ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇതെങ്ങോട്ടാണ് പോകണമെന്നറിയാമോ? നമ്മളുടെ തറവാട്ട് ദൈവത്തിൻ്റെ അവിടേക്കാണ്. കാണിക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോ എന്നൊക്കെ വിചാരിക്കും, ഒരുപാട് ദൂരം ഉണ്ടെന്ന്. ഒട്ടുമില്ല, വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ദേ ഈ കാണുന്നതാണ് നമ്മുടെ തറവാട്ട് ദൈവം. ഇതിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യമൊക്കെ ഇങ്ങനെ ചതുരത്തിൽ ഈ കുറച്ച് പോർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒന്ന് കുറച്ചുകൂടെ ആൾക്കാർക്ക് നിൽക്കാൻ വേണ്ടി സൗകര്യത്തിന് വേണ്ടിയിട്ട് കേട്ടോ. വല്യമ്മയുടെ സ്പോൺസറാണ്, വല്യമ്മയാണ് സ്പോൺസർ ഇതിന് കുറച്ചുകൂടെ വലുതാക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ നമുക്ക് അമ്പലം പോലെ പണിയാന്നൊക്കെ വിചാരിച്ചാൽ അത് പറ്റൂല. മൂപ്പർക്ക് ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. തുറന്ന് കിടക്കണം. വെളിച്ചവും കാറ്റും മഴയും എല്ലാം കൊണ്ട് ഇങ്ങനെ കിടക്കുന്നതാണ് ആൾക്കിഷ്ടം. ഇതിപ്പോൾ ഞാൻ മുകളിലേക്ക് കാണിച്ചത് അരളിപ്പോൾ ഫുള്ളായി പൂത്ത് നിൽക്കുന്നു വിചാരിച്ചിട്ടാ. പക്ഷെ ഒന്നുമില്ല, റബ്ബർ മാത്രമേ പൂത്ത് നിൽക്കണുള്ളൂ. നമ്മുടെ വീടിന് ചുറ്റും റബ്ബർ മരമായതുകൊണ്ട് ഇഷ്ടം പോലെ ചപ്പൊക്കെ ചുറ്റും കിടക്കുന്നുണ്ട്. അതൊന്നും വലിയ കാര്യമാക്കണ്ട. നമ്മൾ 2 ദിവസം കൂടുമ്പോഴേ അടിക്കാറുള്ളൂ. നിറച്ചടിക്കാനുണ്ടെന്നേ, എപ്പോഴും ഫുള്ളും ചപ്പായിരിക്കും. ഇത് എൻ്റെ അച്ഛൻ്റെ നട്ട മാവാണ്. ഇതിൽ ഈ വെള്ളി അടിച്ചിട്ടില്ലേ, അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്നലെ കയറി അടിച്ചതാണ്. കുഞ്ഞു മാവ. ഈ സ്റ്റെപ്പൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ഇത് മുറിച്ച് കളയുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു, ഇല്ല, ഞാൻ മുറിച്ച് കളയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു സ്പേസിൽ തന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടെയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മ വെള്ളം നിറച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇവിടെ ചുറ്റും നിറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ വെള്ളമൊക്കെ ഞാനൊരു ഇളക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇതിൽ വെള്ളമൊക്കെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇതിന് കുറച്ച് പരിപാടി കൂടെ ബാക്കിയുണ്ട്. ടൈലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഒട്ടിച്ച് നാളെയും മറ്റന്നാളായിട്ട് ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും. അപ്പോൾ കുറേ പേർക്ക് നിന്നിട്ട് പൂജയൊക്കെ കാണാനൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. വർഷത്തിലൊരിക്കലാണ് കുംഭമാസം 1-ാം തീയതിയാണ് പൂജ നടത്താറ്. അപ്പോൾ മെറ്റലൊന്നും മാറ്റിയിട്ടില്ല, അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുടുംബദൈവം.